ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലെ ചെടികളും പൂക്കളുമാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നീലമുല്ലയാണ്. ഈ ചെടിയിൽ എന്നും പൂവുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെയൊക്കെ പറമ്പിൽ ധാരാളമായി കാണാറുള്ള തൊട്ടാവാടിയാണ്. നെക്സ്റ്റ് എൻ്റെ വീട്ടിലുള്ള മിക്സ്ഡ് കളർ ഓർക്കിഡാണ്. വയലറ്റും വെള്ളയും ചേർന്ന ഈ ഓർക്കിഡ് എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പൂവാണ്. ഇതാണ് നാടൻ റോസാപ്പൂവ്. ദിസ് ഈസ് ജാസ്മിൻ, നമ്മുടെ മുല്ലപ്പൂവ്. വേനൽക്കാലം തുടങ്ങുമ്പോൾ വിരിയുന്ന പൂവ്. ഈ ചെടിയുടെ മലയാളം പേര് എനിക്കറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് പേര് മെലാസ്റ്റോമ എന്നാണ്. ഇതാണ് കൊങ്ങിണിപ്പൂവ്. ഇതിന് നല്ല മണമാണ്. ഈ ചെടിയുടെയും മലയാളം പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് ചെമ്പരത്തി പൂ പോലെ നല്ല ഭംഗിയാണ്. ധാരാളം പൂക്കൾ എന്നുമുണ്ട്. ഇതാണ് ജട്രോഫ ചെടി. ഇതും എൻ്റെ ഇഷ്ടപ്പെട്ട ചെടികളിൽ ഒന്നാണ്. നെക്സ്റ്റ് നമ്മുടെ അഡീനിയം ചെടിയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇവിടെ പൂവിട്ടത്. ഇതാണ് നമ്മുടെ കോളാമ്പി പൂവ്. ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് 10 മണി ചെടി. ഇത് 10 മണിയാകുമ്പോൾ വിരിഞ്ഞ് വൈകുന്നേരം വാടും. ഇത് ചെത്തിയല്ല, ചെത്തി പോലെ തന്നെ നിൽക്കുന്ന വേറൊരു ചെടിയാണ്. ഇതിന്റെ പേര് പെൻഡാസ് എന്നാണ്. ഇത് കുടം പോലെ നിൽക്കുന്ന ഹൈഡ്രാഞ്ചിയ പൂവാണ് കേട്ടോ. ഇത് 3 തരത്തിലുള്ള ചെത്തിപ്പൂക്കളാണ്. ക്രീം നിറത്തിലുള്ള, പിങ്ക് നിറത്തിലുള്ള, റെഡ് നിറത്തിലുള്ളത്. ഇത് ചെടിച്ചട്ടികളിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. കുഞ്ഞു പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. വിരിയുമ്പോൾ നിറച്ചു ഉണ്ടാകുകയും ചെയ്യും. ഇത് ക്രീം നിറത്തിലുള്ള ഒരു പൂവാണ്. രാവിലെ വിരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വാടിപ്പോകും. ഇത് വയലറ്റ് നിറത്തിലുള്ള ഒരു പൂവാണ്. ഇതിലും എന്നും പൂക്കളുണ്ട്. ഇത് നിറയെ മുള്ളുള്ള ഒരു ചെടിയാണ്, പക്ഷെ ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.